ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുരിങ്ങയില ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്ത 2 തരത്തിലുള്ള ചപ്പാത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോഴത്തെ കുട്ടികളൊന്നും അധികം മുരിങ്ങയിലൊന്നും കഴിക്കില്ലല്ലോ. അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. മുരിങ്ങയിലേൻ്റെ ടേസ്റ്റേ അറിയില്ല. ഇങ്ങനെ ഇതിൽ കുഴച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പിന്നെ സാധാരണ ചപ്പാത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. എന്നാലും മുരിങ്ങയിലേൻ്റെ ഗുണം അവർക്ക് ലഭിക്കുകയും ചെയ്യും. പിന്നെ ഷുഗറുള്ളവർക്കെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കുമല്ലോ. ഇനി നമുക്കിതങ്ങനെ 2 തരത്തിലുള്ള ചപ്പാത്തി റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഉണ്ടാക്കാനായിട്ട് ഞാനിതിവിടെ കുറച്ച് മുരിങ്ങയില ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി എടുക്കണം. ഇതുപോലെ ഒരു അരിപ്പയിലിട്ടിട്ട് കഴുകി എടുത്താൽ മതി. ഇനി ഇത് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1 കപ്പ് പൊടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയിട്ട് ഇതിൻ്റെ കട്ടെല്ലാം ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം പിന്നെ ബാക്കി ഫുള്ളുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മുരിങ്ങയില ഉണ്ടല്ലോ, കഴുകി വെച്ച അതിൽ നിന്ന് കുറച്ച് ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കപ്പളവ് പറയുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ 1 കപ്പ് പൊടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുത്ത്. ഇപ്പോൾ ഇത് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ 1 കപ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. പൊടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് സമയം ചൂട് തണിയാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കാനുള്ള പാകത്തിനുള്ള ചൂടായാൽ പിന്നെ ആ ഒരു സമയത്ത് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ഒരു ഒത്ത ചൂട് തന്നെ ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തി കുഴച്ചെടുക്കുന്നില്ല, ആ ഒരു മോഡൽ തന്നെ കുഴച്ചെടുത്താൽ മതി. ചൂടുവെള്ളത്തിൽ ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നത് കൊണ്ട് അധികം നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് എത്ര ബോൾസാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിൽ ബോൾസാക്കി എടുത്താൽ മതി. അങ്ങനെ ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ ചപ്പാത്തിയെല്ലാം പരത്തിയെടുക്കുന്നില്ല, ആ ഒരു മോഡലിൽ തന്നെ പരത്തിയെടുക്കാം. നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തത് കൊണ്ട് തന്നെ പരത്തിയെടുക്കുന്ന സമയത്ത് അധികം ശക്തി കൊടുത്ത് പരത്തിയെടുക്കാണ്ട് മെല്ലെ മെല്ലെ പരത്തിയിട്ട് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ നല്ല റൗണ്ട് ഷേപ്പ് കിട്ടണമെങ്കിൽ ഒരു മൂടി വെച്ചിട്ട് എന്തെങ്കിലും കട്ടർ വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി. തിളച്ച വെള്ളത്തിൽ കുഴച്ചിട്ട് പരത്തിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ബക്ക് ഇതുപോലെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ. ഇങ്ങനെ ഒരു മൂടി വെച്ചിട്ട് മുറിച്ചെടുത്താൽ നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. ഇനി ബാക്കിയുള്ള ചപ്പാത്തി ഇതുപോലെ തന്നെ പരത്തിയെടുക്കുക. ബക്ക് കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന ഭാഗം എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് പിന്നെ ഒരു ചപ്പാത്തി ആക്കിയിട്ട് പരത്തിയെടുത്താൽ മതി. അങ്ങനെ ചപ്പാത്തിയെല്ലാം ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. പാൻ നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ചപ്പാത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ചധികം സമയം ഇങ്ങനെ ഒരു 20-30 സെക്കൻഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇപ്പോൾ ഇത് നല്ലോണം റെഡിയാക്കിയിട്ടുണ്ട്, നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക.
പിന്നെ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് നെയ്യും കൂടി പുരട്ടി കൊടുത്തിട്ട് ചുട്ടെടുത്താൽ മതി. ഇപ്പോൾ ഇത് ഈ ഒരു ചപ്പാത്തി മേലെ ഞാൻ നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി ചൂടാക്കി എടുത്താൽ മതി. എന്നാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചപ്പാത്തിക്ക്. അങ്ങനെ ഇതാ ചപ്പാത്തി എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. മുരിങ്ങയില ചേർത്തത് കൊണ്ട് അതിൻ്റെ ടേസ്റ്റൊന്നും മുന്നിട്ട് നിൽക്കുന്നില്ല. മുരിങ്ങയില ചേർത്തതിൻ്റെ ടേസ്റ്റേ ഇല്ല. എന്നാലും നമുക്ക് നല്ല ഹെൽത്തി ആയിരിക്കുമല്ലോ. ഇപ്പോഴത്തെ കുട്ടികളൊന്നും മുരിങ്ങയില അധികം കഴിക്കുകയില്ല. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇനി ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മീഡിയം സൈസ് വെല്ലുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കുക. ഇതിലേക്ക് 2-3 ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് 1ൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തത്. ഇത് നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ടാണ് പകുതി മാത്രം ചേർത്ത് കൊടുത്തത്. ഇനി പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഉള്ളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി ഒന്ന് വാടി വരട്ടെ. നന്നായി വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് എല്ലാം ഒന്ന് മാറി വരുന്ന സമയം വരെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് ഉള്ളിയെല്ലാം ആവശ്യത്തിന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുരിങ്ങയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. മുരിങ്ങയില ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അളവ് കുറവ് പോലെ തോന്നിയതുകൊണ്ട് കുറച്ചും കൂടി മുരിങ്ങയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 കപ്പ് മുരിങ്ങയില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കുക. ഈ ഒരു മുരിങ്ങയില ഒന്ന് വെന്ത് കിട്ടുന്നില്ല. ആ ഒരു സമയം വരെ ഒന്ന് വാട്ടിയെടുക്കുക. അധികം സമയം ഇത് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ മുരിങ്ങയില വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇത് മുരിങ്ങയിലെല്ലാം എല്ലാം കൂടി നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂട് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂട് തണിഞ്ഞതിന് ശേഷം മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. പിന്നെ അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് അരച്ചെടുത്താൽ മതി. അങ്ങനെ ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി മിക്സീൻ്റെ ജാറ് കഴുകിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി പോകരുത്. ഈ ഒരു മുരിങ്ങയിലേൻ്റെ കൊഴുപ്പ് കൊണ്ട് തന്നെ പൊടി നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പൊടി ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. ഇത് അരച്ചെടുക്കാനും ജാറ് കഴുകിയിട്ട് ഒഴിക്കാനല്ല ഞാൻ ചൂടുവെള്ളമാണ് ഉപയോഗിച്ചത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 1 കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ കൈകൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഇതന്നെ വെള്ളം കുറച്ച് അധികം പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കൂടിപ്പോകാതെ നോക്കണം. അങ്ങനെയാകുമ്പോൾ കുറേ പൊടിയിട്ട് കുഴച്ചെടുക്കേണ്ടി വരും. ഈ ഒരു മുരിങ്ങയിലേൻ്റെ കൊഴുപ്പ് കൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ മൊത്തത്തിൽ ഇതിലേക്ക് 1/4 കപ്പും 1 ടേബിൾ സ്പൂൺ കൂടി വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതും സാധാരണ ചപ്പാത്തി പരത്തിയെടുക്കുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. ഇത് പരത്തിയെടുക്കുമ്പോൾ ആദ്യം പരത്തിയെടുത്തതിൻ്റെ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം വെച്ചാൽ മറ്റേത് നമ്മൾ ആദ്യം വെള്ളം തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിലിട്ടിട്ട് പൊടി കുഴച്ചെടുത്തതാണല്ലോ. ഇത് അത്ര ചൂടുള്ള വെള്ളത്തിലല്ലല്ലോ കുഴച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പരത്തിയെടുക്കുമ്പോൾ പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും. അങ്ങനെയെല്ലാം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിനുശേഷം സാധാരണ നമ്മൾ ചുട്ടെടുക്കുന്നത് പോലെ ആദ്യം ഇട്ടിട്ട് ഒരു 10 സെക്കൻഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 20-25 സെക്കൻഡ് നല്ലോണം ചൂടാക്കി എടുക്കുക. എന്നിട്ട് പിന്നെയും തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ചപ്പാത്തി നല്ല റെഡിയായി കിട്ടും. ഇതിൽ വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ചപ്പാത്തിയിലൊന്നും നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇവിടെ ചെറിയ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല.
ഒരു ചപ്പാത്തിയിൽ ഉള്ളിയും പിന്നെ ചെറിയുള്ളിയെല്ലാം ചേർത്ത് പച്ചമുളകെല്ലാം ചേർത്ത് പിന്നെ വാട്ടിയെടുത്തിട്ട് അരച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് തന്നെ ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ മുരിങ്ങയിലേൻ്റെ ടേസ്റ്റേ അറിയുന്നില്ല. പിന്നെ നമ്മൾ വിചാരിക്കും ഈ ഒരു കളറിലുള്ളത് കൊണ്ട് മുരിങ്ങയിലേൻ്റെ ടേസ്റ്റ് ഉണ്ടാവുന്നു. ആ ഒരു ടേസ്റ്റേ ഇല്ല. കുട്ടികൾക്കും വലിയവർക്കെല്ലാം ഒരുപോലെ പിന്നെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ചപ്പാത്തിയാണിത്. പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.